ഇനി നമുക്ക് തയ്യാറാക്കാം തക്കാളി റൈസ്. അപ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. വറ്റൽമുളകിടാം. പിന്നെ അതിലേക്ക് കറിവേപ്പില, മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള, പച്ചമുളക് ഇടാം. നന്നായി മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇനി ഇത് മൂത്തു. നമുക്കിതിലേക്ക് തക്കാളി ഇടാം. ആവശ്യമായ ഉപ്പ്, ഇഞ്ചി ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റണം. ആ തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടയണം. അതുവരെ നന്നായി വഴറ്റണം. ഇത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, 1 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റേഷൻ അരി ചോറ് ഒരുപാട് വേഗരുത്. ഒരു പകുതി വേവിന് നമ്മൾ ചോറ് ഊറ്റണം, അല്ലെങ്കിൽ ഒട്ടിപ്പോകും. വിട്ട് നിൽക്കണം റൈസ്. ഇനി നമുക്കിതിലേക്ക് തീ ഒന്ന് സിമ്മാക്കിയിട്ട് കുറച്ചിട്ട് നമുക്കിതൊന്ന് അതിനകത്ത് ഇടാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മുറിക്കാം. ഒരുപാട് വേഗരുത്. വെന്ത് ഉടഞ്ഞു പോയാൽ ശരിയാവില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി മറിക്കാം. ഞാൻ ചൂട് ചോറാണ് ഇട്ടത്, അതുകൊണ്ടാണ്. ആറിയ ചോറാണെങ്കിൽ ചെറിയ തീയിൽ നമുക്കിതൊന്ന് ഇളക്കി മറിക്കണം. ഇതിപ്പോൾ ഞാൻ ചൂട് ചോറിട്ടത് കൊണ്ടാണ്. അത് ഇനിയും വെന്തു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ റേഷൻ അരി ചോറ് കൊണ്ടുള്ള തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.